വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. കിട്ടിയാ ശരിയായ പിന്നെ ശരിയായി കാണുമല്ലോ. ആ ഇരുത്തണ്ട അറിയാം. എന്താ അമ്മാവ കാര്യം പറയാമോ? പൈസ കിട്ടിയില്ലേ? പൈസ കിട്ടണം, ഉള്ളതും കൂടി പോയി. അയ്യോ അമ്മാവ അത് അപ്പുക്കുട്ട സാറ് കോട്ടയത്ത് നിന്ന് വന്നോണ്ടിരിക്കുകയല്ലേ, അതുണ്ട്, അത് തരും. നീ മിണ്ടായിരിക്കടാ. 1 മണിക്കൂർ പറഞ്ഞിട്ട് ഇപ്പൊ 3 മണിക്കൂർ കഴിഞ്ഞില്ലേ? എന്താ സംഭവം? വണ്ടിയിൽ റോഡ് ബ്ലോക്ക് അല്ലേ, റോഡ് ബ്ലോക്ക്. എന്താ സംഭവം ഇപ്പൊ കറക്റ്റ് എങ്ങനെ? എടാ എൻ്റേത് ചീര വാങ്ങിയ തേമാമ്പോട് മുരുകൻ്റെ പൈസ മേടിച്ചു തരാമെന്നും പറഞ്ഞല്ലേ എന്നെ കൊണ്ട് പോയത്. ആ ഇപ്പം ഇവിടുന്ന് പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ഈ തേമാമ്പോട് മുരുകനെ കാണണമെങ്കിൽ ആദ്യം ആ നാട്ടുകാരനായ വേറൊരാളെ കാണണം. ബാബു എന്ന് പറഞ്ഞ ഒരാളെ. എന്നിട്ട് അയാളെ കണ്ടു കഴിഞ്ഞിട്ട് അയാളായിട്ട് സംസാരിച്ചിട്ട് വേണം നമുക്ക് നേരെ ഈ തേമാമ്പോട് മുരുകൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോയി. അപ്പം പോകുമ്പോൾ അവൻ പറയുകയാണ്, ബാബുവിൻ്റെ അടുത്ത് പോയാൽ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം, എന്നാലേ ഈ ബാബു ഇടപെടൂ എന്ന് പറഞ്ഞു. ഈ ബാബു മന്ത്രി വല്ലാണ്. അയാളെ അറിയില്ലല്ലോ. അല്ല അമ്മാവ, ഈ ക്ലീറ്റോ 10,000 രൂപ കൊടുക്കാനുള്ള ഒരു ബാബുവാണോ? അയ്യോ ഇന്ന് ഡാഡി പറഞ്ഞ ബാബു അങ്കിളാണോ? അത് തന്നെ ആ ഇടയ്ക്ക് ഞാൻ പറഞ്ഞത് നമ്മളെ സഹായിച്ച പാർട്ടിയുടെ ആവശ്യത്തിലേക്ക്, അത് പാർട്ടിക്ക് വേണ്ടി സഹായിച്ചാണ്. അത് അപ്പുക്കുട്ട സാറാ പൈസ ആയിട്ട് കോട്ടയത്ത് നിന്ന് വന്നോണ്ടിരിക്കണം. 1 മണിക്കൂറിനകത്ത് എത്തും. 3 മണിക്കൂർ കഴിഞ്ഞു, ഇനി എത്തിയിട്ടില്ലല്ലോ. വണ്ടിയിലല്ലേ അമ്മ പറഞ്ഞത്. അപ്പൊ ശരി, അപ്പൊ ഇതൊക്കെ മുമ്പ് കൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് ഇന്നെ ഇവിടുന്ന് കൊണ്ടുപോയത് ഇവൻ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനാടാ ഈ 1 മണിക്കൂർ? അപ്പൊ അവൻ പറഞ്ഞു, ഒരു 10,000 ഉറുപ്യ ഞാൻ അയാൾക്ക് കൊടുക്കാണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാലാണ് അയാള് എന്റെ കൂടെ വരുള്ളൂ, നമ്മുടെ കൂടെ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞാൽ ആ പൂട്ടൻ സാറ് ആ പൈസ കൊടുന്നു തരും. ആ പൈസ ഞാൻ ഈ ബാബുവിന് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീരും. അപ്പൊ ബാബു ഞങ്ങളുടെ കൂടെ വരും എന്ന് ഇവൻ പറഞ്ഞു. ഞാൻ അത് പറഞ്ഞപ്പോൾ അമ്മാവൻ തന്നെ പറയടാ, അതിനെന്തിനും നമ്മൾ വെറുതെ സമയം കളയണ്ടല്ലോ, എന്നാ ഞാൻ 10,000 രൂപ തരാം, നീ ഇപ്പോഴത്തെ ഈ പ്രശ്നം കേട്ടാ അപ്പുക്കുട്ട സാറ് വരുമ്പോൾ നീ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അത് അമ്മ ഇങ്ങോട്ട് പറഞ്ഞാണ്. എടാ അത് സ്വാഭാവികമായിട്ട് പറയുമല്ലോ, 1 മണിക്കൂർ കഴിഞ്ഞാൽ എന്തായാലും കാശ് കിട്ടും, നമുക്ക് നമ്മുടെ കാര്യം നടക്കണം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണ്ടല്ലോ. അപ്പൊ ഞാൻ 10,000 കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ പിണക്കം തീരും, നമുക്ക് പോയിട്ട് ഈ മുരുകനെ കാണും ചെയ്യാം. 1 മണിക്കൂർ കഴിയുമ്പോൾ അപ്പൂട്ടം കൊടുത്ത പൈസയും നമുക്ക് കിട്ടും. എന്നിട്ട് പൈസ കൊടുത്തോ? ഞാൻ 10,000 രൂപ, ആകെ 10,000 കുറച്ച് ചില്ലറ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ആ 10,000 എടുത്ത് ഞാൻ ഇവന് കൊടുത്തു. പറഞ്ഞു. അപ്പൊ അമ്മ പറയില്ലടാ, ഇത് കാര്യം നടക്കട്ടെ, നീ 1 മണിക്കൂർ കഴിഞ്ഞാൽ അപ്പൂട്ടം കൊണ്ടുവരും, എന്നിട്ട് എനിക്ക് തരുന്നു പറഞ്ഞില്ലേ? അമ്മാവ അതുകൊണ്ടല്ലേ ഞാൻ തരാന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അതിപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പറയണ തരും. അപ്പുക്കുട്ട സാറ് വന്നോണ്ടിരിക്കുകയല്ലേ അമ്മ. 3 മണിക്കൂർ കഴിഞ്ഞില്ലേ? ഇനിയുണ്ടല്ലോ 1 മണിക്കൂർ. വണ്ടിയല്ലേ അമ്മാവ, അത് യാത്ര വരുമ്പോ തരും. ഓട്ടെ, ഇനിയിപ്പോ അത് കഴിഞ്ഞു. ഒത്തുതീർപ്പായാലോ എന്നും കരുതിയിട്ട് ഈ ബാബുവിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ മുരുകന്റെ വീട്ടിൽ ചെന്നു. പോയി അവിടെ ചെന്നപ്പോലെ ഈ മുരുകൻ ലോകപ്രാടാണ്, വീട് പൂട്ടിയിട്ട് എവിടെയാ പോയേക്കണം, വീട് പൂട്ടിയിട്ട് എന്താ അമ്മാവ അങ്ങനെ പറയുന്നത്? ഈ ബാബു എന്ന് പറയുന്നവന് മുരുകനായിട്ടുള്ള കാര്യം മുണ്ടിയിട്ടില്ല, സ്വന്തം നാട്ടുകാരനല്ലേ. അപ്പൊ ചെന്നിട്ട് ഈ കാശ് കൊടുത്തതിന്റെ ശേഷമാണ് ഇപ്പം പറയണത്, എടാ ഇവിടെ ഇങ്ങനെ പച്ചക്കറി കച്ചവടമൊക്കെ ചെയ്യണ ഒരു മുരുകല്ലേ, അയാളുടെ വീടൊന്ന് പോണെന്ന്. നാട്ടുകാരനെ ഉണ്ടോ അയാൾക്കറിയാം. അങ്ങനെ ഞങ്ങളുടെ കൂടെ അയാൾ വന്നേ ഉള്ളൂ. എന്നിട്ട് അമ്മാവ ഇപ്പം ബഹളം വെക്കല്ലേ, അപ്പുക്കുട്ട സാർ ഇപ്പൊ 1 മണിക്കൂറിനകത്ത് വരുമല്ലോ. അമ്മ ഒരു കാര്യം ചെയ്യും, ഇനി സംഭവിച്ചൊക്കെ സംഭവിച്ചു, ഇവിടെ ഒന്ന് ഇരിക്കേ, എന്നിട്ട് അങ്ങോട്ട് നോക്കിയിട്ടിരുന്നാൽ മതി. ഇപ്പം കൊണ്ടുവരും, അപ്പം കൊടുക്കും. ഇപ്പം മണിക്കൂറുകൾ ഇനി ഉണ്ടല്ലോ ഇല്ലടി. അയ്യോ ഇരിച്ചേ, ഞാനെടുക്കണം. ഹലോ, വന്നോ? ആ ശരി ശരി, മുരുകനെ ഞാൻ വിളിച്ചോളാം. ആ തേമ്പാമൂട് മുരുകനെ ചീരയുടെ പൈസ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു. വെറുതെ ഞാൻ എൻ്റെ 10,000 ഉറുപ്യ കളഞ്ഞല്ലോ. അമ്മാവൻ സഹായം ചോദിച്ചു ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു വാക്ക് പറഞ്ഞായിരുന്നു. എന്താ? ഈ തെറ്റായ വഴിയിലൂടെ ഓടുന്നതിനേക്കാൾ നല്ലതും ശരിയായ വഴിയിലൂടെ സാവകാശം ആലോചിച്ച് നടക്കുന്നതാണ്. അങ്ങനെ സാവകാശം ആലോചിച്ച് നടന്നിരുന്നെങ്കിൽ ഈ പൈസ നഷ്ടം വരില്ല.